റഷ്യയെ മറികടന്ന് ആ രാജ്യം വീണ്ടും ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ നൽകുന്ന രാജ്യമായി മാറുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. റഷ്യയെ മാത്രമല്ല അമേരിക്കയും പിന്നിലാക്കി ആ രാജ്യം വീണ്ടും ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ സപ്ലൈ ചെയ്യുന്ന ഒരു വമ്പൻ സപ്ലയറായി മാറിയിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയിൽ അല്ലെങ്കിൽ വിതരണ മേഖലയിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 2006 ഫെബ്രുവരിയിലെ ആദ്യത്തെ 10 ദിവസത്തെ ഡാറ്റയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുപ്രകാരം റഷ്യയെ മറികടന്ന് സൗദി അറേബ്യ വീണ്ടും ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി മാറി. ആഗോള കപ്പൽ ട്രാക്കിംഗ് സ്ഥാപനമായിട്ടുള്ള കെപ്ലറിന്റെ ഡാറ്റ പ്രകാരം ഫെബ്രുവരി ആദ്യം സൗദി അറേബ്യ ഇന്ത്യയിലേക്ക് ശരാശരി 1.13 ലക്ഷം ബാരൽ എണ്ണയാണ് വിതരണം ചെയ്തത്. എന്നാൽ റഷ്യയുടെ വിതരണം 1.09 ലക്ഷം ബാരലായി കുറയുകയും ചെയ്തു. ഏകദേശം ഒരു വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സൗദി അറേബ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വീണ്ടും 1 ദശലക്ഷം ബാരൽ കടന്നിരിക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യ US വ്യാപാര കരാറിൽ എണ്ണ ഇറക്കുമതിയുടെ സമവാക്യങ്ങൾ മാറുന്നു എന്ന് വേണം നമുക്ക് പ്രധാനമായും പറയാൻ. എണ്ണ ഇറക്കുമതി സമവാക്യത്തിലെ പ്രധാന മാറ്റത്തിന് പ്രധാനമായി കാരണം ഇന്ത്യയും US തമ്മിലുള്ള സമീപകാല വ്യാപാര കരാറാണ്. ഇന്ത്യക്ക് മേലുള്ള പരസ്പര താരിഫ് 18% US കുറയ്ക്കുകയും റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഏർപ്പെടുത്തിയ അധിക താരിഫ് പിൻവലിക്കുകയും ചെയ്തു. ഈ തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കത്തെ തുടർന്ന് ഇന്ത്യ ഇപ്പോൾ റഷ്യയെ എണ്ണയ്ക്ക് ആശ്രയിക്കുന്നത് ക്രമേണ കുറയ്ക്കുന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം റഷ്യയും ഇന്ത്യയും തമ്മിൽ ഒരു വമ്പൻ ഡീൽ ഒപ്പിടുന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. 10,000 കോടി രൂപയുടെ ഡീലാണ് റഷ്യയും ഇന്ത്യയും തമ്മിൽ ഒപ്പിടുന്നത്. പ്രധാനമായും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ഇന്ത്യയിലേക്ക് കുറയാനുള്ള കാരണം റഷ്യയിൽ ഇന്ത്യയിലേക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന എണ്ണ കമ്പനികൾ ലൂക്കോയിൽ, റോസ്നിഫ്റ്റ് പോലെയുള്ള എണ്ണ കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതാണ് എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഈ ഒരു സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി സ്വാഭാവികമായി കുറയുമ്പോൾ ഇന്ത്യ അതിനെ കോപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ നമ്മൾ മേടിച്ചും റഷ്യയിൽ വലിയ ആയുധ കരാറുകൾ ഒപ്പുവെച്ചുമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടനെ തന്നെ ഇന്ത്യ സന്ദർശിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടെയാണ് റഷ്യയുമായി വമ്പൻ ഡിഫൻസ് ഡീലുകൾ ഇന്ത്യ വയ്ക്കുന്നത് എന്നുള്ളത് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം S-400ന്റെ അടുത്ത സ്ക്വാഡ്രൺ ഇന്ത്യയിലേക്ക് വളരെ വേഗത്തിൽ എത്തും എന്ന് റഷ്യ തന്നെ പറഞ്ഞിരുന്നു. 5 S-400 നമ്മൾ ഓർഡർ ചെയ്തതിൽ 3 എണ്ണം ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. പിന്നെയുള്ള 2 എണ്ണം എപ്പോൾ എത്തുമെന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അതിനൊരു വ്യക്തത വന്നിട്ടുണ്ടായിരുന്നു. S-400ന്റെ അടുത്ത സ്ക്വാഡ്രൺ 2 എണ്ണവും ഉടനെ തന്നെ ഇന്ത്യയുടെ ഭാഗമാകും അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാകുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും സൗദി അറാംകോ എണ്ണവില കുറയ്ക്കുകയും ഗതാഗത ചെലവുകളിൽ വലിയ ആശ്വാസം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യക്ക്. പശ്ചിമേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്താൻ എണ്ണയ്ക്ക് 3 ദിവസം മാത്രമേ എടുക്കൂ. ഇത് US-നെയോ മറ്റു വിദൂര രാജ്യങ്ങളെയോ അപേക്ഷിച്ച് വളരെ കുറവും സാമ്പത്തികമായി കൂടുതൽ പ്രയോജനകരവുമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിലെ കേന്ദ്രമന്ത്രിമാരടക്കം പറയുന്നത്, അതായത് കേന്ദ്രമന്ത്രിമാർ പറയുന്നത് ഇന്ത്യക്ക് എവിടെ നിന്നാണോ എണ്ണ ലാഭത്തിൽ കിട്ടുന്നത് അവിടെ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിക്കും. അത് റഷ്യ ആണെങ്കിൽ റഷ്യ, വെനിസ്വേല ആണെങ്കിൽ വെനിസ്വേല, സൗദി അറേബ്യ ആണെങ്കിൽ സൗദി അറേബ്യ. ന്യൂസ് ഡെസ്ക് മലയാളം.